റിപ്പോർട്ടർ ബ്രേക്കിംഗ്. PS ശ്രീധരൻപിള്ളയ്ക്ക് പുതിയ ദൗത്യം വന്നേക്കും. ഒഴിവ് വരുന്ന തമിഴ്നാട് ഗവർണർ പദവിയിൽ ശ്രീധരൻപിള്ളയും പരിഗണിക്കുന്നുണ്ട്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും ഇപ്പോൾ പരിഗണനയിലുണ്ട്. VS സജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS സജിത്ത്, ഗുഡ് മോർണിംഗ്. VS സജിത്ത്, നമ്മുടെ ശ്രീധരൻപിള്ള ചേട്ടന് പുതിയ ദൗത്യം ഒരുങ്ങുന്നു എന്നാണ് അണിയറയിൽ കേൾക്കുന്നത്. രണ്ട് സാധ്യതകളാണ്. ഒന്ന്, ഗോവ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു, ഇനിയിപ്പോൾ തമിഴ്നാട് ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു കിടപ്പുണ്ട്, അങ്ങോട്ട് പോയേക്കാം. അതല്ലെങ്കിൽ അങ്ങ് രാജ്യസഭയിലേക്കും പോയേക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഇന്നലെയാണ് ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് ശ്രീധരൻപിള്ള ഒഴിയുന്നത്. അദ്ദേഹം 6 വർഷമായി ഗവർണർ പദവിയിലുണ്ട്. 2 വർഷം മിസോറാമിലും അതുപോലെ തന്നെ ബാക്കി 4 വർഷം ഇന്നാണ് യഥാർത്ഥത്തിൽ 4 വർഷം പൂർത്തിയാവുന്ന ദിവസം. അങ്ങനെ 6 വർഷത്തെ ഗവർണർ പദവിയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നത്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്കുണ്ടോ എന്ന ചോദ്യമായിരുന്നു ഇങ്ങനെ ഉയർത്തപ്പെട്ടിരുന്നത്. ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കൃത്യമായി വന്നിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹത്തെ ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കും എന്നുള്ള വിവരം നമുക്ക് കേന്ദ്രത്തിന് ലഭ്യമാവുന്നുണ്ട്. ഡൽഹി വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് 2 സാധ്യതകൾ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്ന്, അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. എഴുത്തുകാരനാണ്, അഭിഭാഷകനാണ്. ഇത്തരം സാധ്യതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത പറയുന്നു. മറ്റൊന്ന്, തമിഴ്നാട് ഗവർണർ പദവിയാണ്. നമുക്കറിയാം തമിഴ്നാട് ഗവർണറായിട്ടുള്ള CT രവിയുടെ കാലാവധി കഴിയുകയാണ്. ആ കാലാവധി കഴിയുമ്പോൾ തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിൽ വലിയ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിനുമൊക്കെ വലിയ തലവേദനയായതാണ്. അപ്പോൾ തമിഴ്നാട്ടിലൊരു സമരസതയും സമവായവും ഒക്കെയാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പദവിയിലേക്ക് ശ്രീധരൻപിള്ള ആണെങ്കിൽ എല്ലാ കാലത്തും സമവായത്തിൻ്റെ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയ്ക്ക് കൂടി പരിഗണിക്കപ്പെടുന്നു. തമിഴ്നാട്ടിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ളൊരു സമവായത്തിലെത്താൻ അത്തരത്തിൽ സമവായ സാധ്യതകളുള്ള ഒരു ഗവർണർ വേണമെങ്കിൽ അത് ശ്രീധരൻപിള്ള എന്ന അർത്ഥത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സാധ്യതകളാണ് പരിഗണിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിന്റെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാവുന്നത്. താങ്ക് യു രഞ്ജിത്താണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകിയത്.